ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു സ്ക്രാപ്പ് ബുക്ക് ബേസ് എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇതിൽ ബേസ് മാത്രം തയ്യാറാക്കുന്നത് കാണിക്കുന്നുള്ളൂ. കാണിച്ചിട്ടില്ല. എന്താ വെച്ചെങ്കിൽ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുന്നതാണല്ലോ, അപ്പോൾ ആ ഒരു പ്രൈവസി വാങ്ങിച്ചിട്ടാണ് അത് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ആക്കുന്നത് നോക്കാം. അതിൻ്റെ സൈസും മെഷർമെൻറ്റും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ ഞാൻ അതിൻ്റെ കവർ ആക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് കാർഡ്ബോർഡ് ഷീറ്റാണ്. ഞാൻ അധിക വീഡിയോസിലും പറയുന്നതാണ് ക്ലാസിക് ബോക്സൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ കാർഡ്ബോർഡ് ഷീറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പം ഓരോരോ ഷോപ്പും അതുപോലെ ഓരോ പ്ലേസ് അനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ 60 to 100 റുപ്പീസൊക്കെ ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റിന് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എത്ര സൈസിലാണോ വേണ്ടതെന്ന് വെച്ചെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒരു ഹാഫ് സർക്കിൾ രീതിയിലാണ് സ്ക്രാപ്പ് ബുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായിക്കോളും. അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് സ്ക്രാപ്പ് ബുക്കിൻ്റെ പേപ്പേഴ്സ് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, 6x6 ആണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് സ്ക്രാപ്പ് ബുക്കിൻ്റെ പേപ്പേഴ്സ് വാങ്ങണമെന്ന് നിർബന്ധമില്ല, അല്ലാതെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ സ്ക്രാപ്പ് ബുക്ക് പേജ് എടുത്തിട്ടാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ 6 പേജിൻ്റെ സ്ക്രാപ്പ് ബുക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ഭാഗത്തേക്കായിട്ട് 12 പേജസ് വേണം. അതുപോലെ കുറച്ചൊന്ന് പേജൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒരു ബ്രൗൺ പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2 സ്ക്രാപ്പ് ബുക്ക് പേജ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു തിക്നെസ്സൊക്കെ ഉണ്ടാവും. എന്നാലും കുറച്ചുകൂടി നല്ലൊരു കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രൗൺ പേപ്പറും കൂടി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് സ്ക്രാപ്പ് ബുക്കിൻ്റെ ബേസിന് ഒരുപാട് മെത്തേഡ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ ഞാനൊരു മെത്തേഡ്സിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്വയറിൽ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് കോമ്പസ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കോമ്പസ് വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സെൻറ്ററിലേക്ക് കോമ്പസ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പേജസൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കാർഡ്ബോർഡ് ഷീറ്റ് തിക്ക് ബ്ലാക്ക് ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒട്ടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. വീഡിയോ കണ്ടു നോക്കുക കേട്ടോ.
അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമുക്ക് സ്ക്രാപ്പ് ബുക്ക് പേജ് തന്നെ വേണമെന്നില്ല ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ പാറ്റേൺ പേപ്പർ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം എന്നൊക്കെ, പ്രിൻറ്റ് ചെയ്തിട്ടെടുക്കാം എന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സ്ക്രാപ്പ് ബുക്ക് പേജും ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രാപ്പ് ബുക്ക് പേജെന്നോ അല്ലെങ്കിൽ സ്ക്രാപ്പ് ബുക്ക് എന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള പേജസ് കിട്ടും. അപ്പോൾ ജസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം സ്ക്രാപ്പ് ബുക്കിൻ്റെ ഓർഡേഴ്സ് ഒന്നും വരണമെന്നില്ല. അപ്പം ഒരു ബുക്ക് ഓഫ് പേപ്പർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പേപ്പേഴ്സ് വെറുതെ വേസ്റ്റ് ആവും. ഇതാണെങ്കിൽ നമുക്ക് വേണ്ട പേപ്പേഴ്സ് മാത്രം വാങ്ങിക്കാൻ പറ്റും, പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അതിലേക്ക് പേജ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ നടുവിൽ സെൻട്രലായിട്ട് കൊടുത്ത ആ ഒരു കാർഡ്ബോർഡ് പേപ്പറിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ അതിന് ഒരു ഇഞ്ച് കുറച്ചിട്ട് പിന്നെ വരുന്ന ഇതെടുക്കുക, പിന്നെ ഒരു ഇഞ്ച് കുറച്ചിട്ടെടുക്കുക. അങ്ങനെ അരയിഞ്ച് അപ്പുറവും ഇപ്പുറവും വരുന്ന രീതിയിൽ അങ്ങനെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സൈസും മെഷർമെൻറ്റൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇത് ജസ്റ്റ് നിങ്ങൾ ചെയ്ത സ്ക്രാപ്പ് ബുക്കിൻ്റെ ആ സെൻട്രലത്തെ പോർഷൻ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അതിന് വലിയ അളവെടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനൊരു ബ്രൗൺ പേപ്പേഴ്സിൻ്റെ മീതെ ഈ ഒരു പാറ്റേൺ പേപ്പർ സ്ക്രാപ്പ് ബുക്ക് പേപ്പർ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറമായി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ നമുക്ക് വേണ്ട പേജസൊക്കെ നമുക്ക് അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് അതിൻ്റെ പുറം കവറും അതുപോലെ റിബണൊക്കെ നമുക്ക് വെച്ചിട്ട് കെട്ടണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഞാൻ കവർ പേജ് ചെയ്തതൊന്നും കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ്. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ക്രാപ്പ് ബുക്ക് ബേസ് മേക്കിംഗ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സിന് എന്തായാലും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.